കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിൽ ഭരണമൊഴിഞ്ഞ ശേഷം താൽക്കാലിക ചുമതല ഏറ്റെടുത്ത കളക്ടർ എൻ പ്രശാന്ത് ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് വീണ്ടും കോഴിക്കോടിന്റെ പ്രിയപ്പെട്ട ഭരണാധികാരിയായി മാറുന്നു. നാടും നഗരവും മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനകീയ കളക്ടർ ഇത്തവണ രംഗത്തെത്തുന്നത്. കൗൺസിൽ കാലാവധി പൂർത്തിയാക്കിയതോടെ കോർപ്പറേഷന്റെ ദൈനംദിന ഭരണ ചുമതല കളക്ടർ എൻ പ്രശാന്തിന്റെ കൈകളിലാണ്. ചുമതലയും കയ്യിൽ വെച്ച ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി കാത്തിരിക്കാനൊന്നും ജനകീയ കളക്ടർ തയ്യാറല്ല. ചുമതലയേറ്റ ശേഷം ചീഫ് എഞ്ചിനീയർ, സെക്രട്ടറി തുടങ്ങിയവർക്കൊപ്പമുള്ള ഉദ്യോഗസ്ഥതല ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷം നേരെ കോഴിക്കോടിന്റെ നഗരഹൃദയത്തിലേക്ക് ഇറങ്ങി. ലക്ഷ്യം വൃത്തിഹീനമായി കിടക്കുന്ന പ്രദേശങ്ങൾ മാലിന്യമുക്തമാക്കുക. ആദ്യം പോയത് സെൻട്രൽ മാർക്കറ്റിലേക്ക്. മൂക്കുപൊത്തിപ്പോലും ഇതിലൂടെ നടക്കാൻ കഴിയില്ലെന്ന കളക്ടർ ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കി. മാർക്കറ്റ് ശുചിയായി പരിപാലിക്കാൻ വെള്ളം കിട്ടുന്നില്ലെന്ന തൊഴിലാളികളുടെ ആവശ്യത്തിന് ഉടൻ നടപടിയായി. അതിൽ 2-3 ഡിസ്കഷൻ പോയിന്റ്സ് വന്നത് നേരിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ്. അതിൽ ഇമ്മീഡിയറ്റ്ലി ചെറിയ റുട്ടീൻ സാധനങ്ങളാണ്, ചെറിയ കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ സോൾവ് ആവുന്ന ഇഷ്യൂസ് ഉണ്ട്. അത് ചെയ്യാൻ പറ്റുമോ നോക്കുന്നു, അത്രേ ഉള്ളൂ. ചെറിയൊരു മോട്ടറിൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് മോട്ടർ ഉണ്ടെന്ന് പറയുന്നു, കണക്ഷൻ കിട്ടാത്തതിൻ്റെ ചെറിയ ഇഷ്യൂസ് നോക്കിയിട്ട് അതിലൊരു ഡിസിഷൻ എടുക്കുന്നു. ഓൺ ദ സ്പോട്ട് പോയാൽ പെട്ടെന്ന് ഡിസിഷൻ എടുത്തങ്ങ് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. കോഴിക്കോട് ബീച്ച് സംരക്ഷിക്കുന്നതിനായുള്ള തേരേമേരം ബീച്ച് മേം പദ്ധതി, സാംസ്കാരിക നഗരിയിലെ പ്രവർത്തനം ആരംഭിക്കാത്ത ആനക്കുളം സാംസ്കാരിക നിലയത്തിലെ വൈദ്യുതി പ്രശ്നം, ബീച്ചിലെ ലോറി സ്റ്റാൻഡ്, പാളയം മാർക്കറ്റ് എന്നിവിടങ്ങളിലെ ശുചിത്വം ഉറപ്പാക്കാനും ദേശീയ ഗെയിംസ് നടത്താൻ കൈമാറിയ സ്റ്റേഡിയം വിട്ടു നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കാനും കളക്ടർ നിർദ്ദേശം നൽകി. കോഴിക്കോടിന്റെ വികസനത്തിനുതകുന്ന സന്ദർശനങ്ങൾ ഇനിയും തുടരുമെന്ന ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകിയാണ് കളക്ടർ മടങ്ങിയത്. TV ന്യൂസ്, കോഴിക്കോട്.